മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു മഹത്തായ ഒരു സംരംഭമാണ്, ഒരു സംഭവമാണ് ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. അതായത് മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് കഞ്ഞിസദ്യയൊക്കെ ഗംഭീരമായ കഞ്ഞിസദ്യയും കാര്യങ്ങളും ഒക്കെ നടന്നു. അതോടനുബന്ധിച്ച് വൈകിട്ട് ഭജന പരിപാടികൾ, ഗാനാലാപം ഒക്കെ ഉണ്ടായിരുന്നു, സംഗീത സദസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാക്കാരശ്ശി നാടകം, നമുക്ക് അപൂർവമായി വരുന്നൊരു സംഭവമാണ് കാക്കാരശ്ശി നാടകം. കാണുവാൻ ഒരുപാട് പേരൊന്നും കാണത്തില്ല എന്നുള്ളൊരു ധാരണ സാധാരണ പേർക്കുണ്ടാവും. പക്ഷെ ഒരുപാട് ജനം തടിച്ചുകൂടിയ ഒരു സദസ്സിന് മുമ്പിൽ ഒരു കാക്കാരശ്ശി നാടകം അവതരിപ്പിക്കുവാൻ ഇവിടേതായ ഒരു അരങ്ങേറുകയാണ്. അവർ അതിനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരുപാട് നാടകങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കാക്കാരശ്ശി നാടകം എന്ന് പറയുന്ന ഒരു സംഭവം അത് അവതരിപ്പിച്ച് അതിനെ വൃത്തിയായ രീതിയിൽ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമാണ്. അത് ശാരീരികമായിട്ട് ഒരുപാട് അധ്വാനം നടത്തിയിട്ട് വേണം, അല്ലാതെ സൗണ്ട് കൊണ്ട് മാത്രമല്ല, ശാരീരിക അധ്വാനം ഒരുപാട് വേണ്ടി വരുന്നൊരു സംഭവമാണ് ഈ കാക്കാരശ്ശി നാടകം എന്ന് പറയുന്നത്. വന്നപ്പോൾ തന്നെ അതിൻ്റെ സംഘാടകർ ഞങ്ങൾക്കൊരു കാപ്പിയൊക്കെ തന്നു, നല്ല ചുക്ക് കാപ്പി തന്നെ തന്നിട്ടുണ്ട്. വളരെ മഹത്തായ ഒരു കാര്യമാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ പത്തനാപുരം താലൂക്കിൽ പനമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ തന്നെ നടക്കുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു സംഭവം കാണുവാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് ഹാർദവപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. തിരുവിളങ്ങോടപ്പന്റെ മുമ്പിൽ രക്ഷയാകൻ നിറഞ്ഞാടുന്നു. പനമ്പറ്റ കഞ്ഞിസദ്യ ആയതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ആ ശങ്കരന്റെ അടിക്കലാകുന്നേ അത് എന്ത് ചെയ്തു? അവനോട് പറമ്പിലൊക്കെ കയറി ഓരോ വെട്ടിക്കോളം പറഞ്ഞു. ആ ലോറി തെങ്ങ കയറി മുഴുവൻ ഓരോ അങ്ങ് വെട്ടിയില്ലയോ? തന്റെ അല്ലേ കയ്യാള അങ്ങനെ വരും. താനെന്താ ഇത്ര വൈകിയത്? ഞാന് നമ്മുടെ സഞ്ജുവിന്റെ പീടിക വരെ പോയി ഇച്ചിരി മുറുക്കാനൊക്കെ വാങ്ങിക്കാൻ കരുതി. അവിടെ ചെന്നപ്പോ എന്തുവാ, രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് മേപ്പോട്ട് പോകുന്നു. ഈ കൊച്ചുരാമൻ വിടുവോ? ഇവിടെ പോയി. അപ്പൊ എന്തുവാ അവിടെ പാടി കളിക്കുവാ. രണ്ട് പെണ്ണുങ്ങള് അവരുടെ കളി ഒന്ന് കാണുന്നതാ. മുന്നേ ഞാൻ ഇത്തിരി നേരം നോക്കിപ്പോയി. തനിക്ക് അവരെ ഇങ്ങോട്ടൊന്ന് കൂട്ടാൻ മേലായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് പാടി കളിക്കരുത്. അതിനെന്താ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഓയ് ഞാൻ അവരുടെ പാട്ടും കളിയൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഈ മുറുക്കാൻ അകത്തോട്ടൊന്നും കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇനി ഞാൻ നീക്കാത്തതിന്റെ കുഴപ്പമാണ്. കാക്കാത്തിമാരുടെ പാട്ടാണ് കേൾക്കുന്നത്. വിളിച്ചോടാ. ഓയ് കേറി വന്നാട്ടെ. നോക്കാം. വണക്കം വണക്കം. പാടി കളിച്ച നിങ്ങളാണല്ലേ? നിങ്ങളെ പാട്ടും കളിയൊക്കെ അങ്ങനെ ഒന്ന് കാണണമെന്ന് ഒന്ന് പാടി കളിച്ചാട്ടെ. പാട്ടും കളിയല്ലാതെ മറ്റൊക്കെ അറിയാം. കൊച്ചുരാമ എന്തോ അവര് കൈ നോക്കി ഫലം പറയും. തന്റെ കൈ കൊണ്ട് കാണിക്കാം. ഒട്ടും പിടിച്ചുള്ള പരിപാടിയൊന്നും വേണ്ട. ഇത്തിരി മാറി നിന്ന് നോക്കിയാൽ മതി. അതാ നിങ്ങൾക്കും എനിക്കും നല്ലത്. ആഗ്രഹിച്ച ഒന്നും കഴിയാതെ ഭാഗ്യം കൈയൊഴിയുന്നു. നഷ്ടനഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ കൂടുതലൊരു ഭാഗ്യം വരാനുണ്ടോ? ഇതിൽ കൂടുതലൊരു നഷ്ടം വരാനുണ്ടോ? രണ്ടുപേരും എന്തോ നഷ്ടനഷ്ടങ്ങളെയൊക്കെ എന്റെ വഴിക്ക് കൊണ്ട് വിട്ടേക്കുക. ആദ്യം കൂടെ മാറിയില്ലേ? നിങ്ങളൊന്ന് പാടി കളിച്ചാട്ടെ. പാടി കളിക്കേ. വിനയം
രണ്ടുപേർക്കും കൂടെ ഓ എന്റെ ഭഗവാനെ അവനൊരു കൊച്ചു ഭാഗ്യവാൻ തന്നെ അയാൾ എന്തെടുക്ക അപ്പുറത്തെ വീട്ടിലിരുന്ന് കുട തയ്ക്കുവാണേ. ഓ ആളെ കൂടെ കൂട്ടിക്കോളാ തമ്പ്രാക്കനെ വിളിച്ചാ മതിയേ. ഞാൻ ആ കാക്കാനെ വിളിച്ചോളൂ. നിങ്ങൾ പാടി കളിച്ചാ നിങ്ങൾ അങ്ങോട്ട് പാടി കളിച്ചാൽ ഞാനിപ്പോ വിളിക്കാം.